ഈ ചില്ലുകുപ്പിക്കകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ത്തുള്ള മനോഹരമായ പൂമ്പാറ്റയെ നിങ്ങൾ കാണുന്നുണ്ടോ? 2 ആഴ്ച മുൻപ് ഈ മാവിൽ നിന്ന് കിട്ടിയ പുഴുവിനെ ഇതിൽ ഇട്ടതാണ്. ഇന്ന് നോക്കുമ്പോൾ ഇത് മനോഹരമായ ഒരു പൂമ്പാറ്റയായി മാറി. ഈ മനോഹരമായ പൂമ്പാറ്റയാണ് കോമൺ എംപീരിയൽ അല്ലെങ്കിൽ വെള്ളിവാലൻ. ആ പുഴു വളരെ മനോഹരമായ ഈ പൂമ്പാറ്റയായ കഥയാണ് ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നത്. ഹായ്, ഇതാണ് കോമൺ ഇമ്പീരിയർ അല്ലെങ്കിൽ വെള്ളിവാലൻ എന്നറിയപ്പെടുന്ന ഒരു ചിത്രശലഭമാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പറന്നുപോയ ആ ഒരു മനോഹരമായ ചിത്രശലഭം, അത് കോമൺ ഇമ്പീരിയർ അല്ലെങ്കിൽ വെള്ളിവാലൻ എന്നറിയപ്പെടുന്ന ഒരു ചിത്രശലഭമാണ്. വളരെ ചെറിയൊരു ശലഭമാണ്. ഒരു 2 ആഴ്ച മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ നവംബർ 2-ാം തീയതി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മാവിൻ്റെ ഇലയുടെ മുകളിൽ നിന്നൊരു ചെറിയ പുഴുവിനെ നമുക്ക് കിട്ടിയതാണ്. അത് അത്യാവശ്യം ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് മുട്ട വിരിഞ്ഞ് അത്രയും വലിപ്പമുള്ളൊരു പുഴുവായിരുന്നു. അപ്പോൾ ആ ഒരു പുഴുവിനെ നമ്മൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇവിടെ പങ്കുവെക്കാം. നമ്മൾ ഈ ചെറിയൊരു കണ്ടെയ്നറിൽ, ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ നമ്മൾ വെച്ചതായിരുന്നു. അപ്പോൾ ആ പുഴു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് മാവിൻ്റെ ഇലയൊക്കെ കഴിച്ച് അതൊരു പ്യൂപ്പയായിട്ട് മാറി. ആ പ്യൂപ്പ കൃത്യം 8-ാമത്തെ ദിവസം ഇന്ന് ആ പ്യൂപ്പ എമർജ് ചെയ്ത് ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതതിൻ്റെ എക്സൂവിയമാണ്. നമ്മുടെ പൂമ്പാറ്റ ഇതിൽ നിന്നാണ് പുറത്തു വന്നത്. എക്സൂവിയം എന്നാണ് അതിന് പറയുക. ഇപ്പോൾ ഈ ഒരു മനോഹരമായ ചിത്രശലഭത്തിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ പങ്കുവെക്കാം. പ്യൂപ്പ വിരിഞ്ഞു വരുന്ന ചിത്രശലഭങ്ങൾ സാധാരണ അധികം ആക്റ്റീവായിട്ടുണ്ടാവില്ല. അത് നമ്മുടെ കൈകളിലൊക്കെ അത്യാവശ്യം കുറേ സമയം നമുക്ക് ഇരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഏതാണ്ട് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കുമാണ് കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവായി ഇത് പറന്നു പോകേണ്ട ഒരു ടെൻഡൻസി കാണിക്കുക. പക്ഷേ ചില ശലഭങ്ങൾ കുറച്ചധികം സമയം അവിടെ തന്നെ ഉണ്ടാവും. വെള്ളിവാലിനെ സാധാരണയായിട്ട് സഹ്യപർവ്വത പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് ഇവ ധാരാളമായിട്ട് കണ്ടുവരുന്നത്. വലിപ്പം കുറഞ്ഞൊരു പൂമ്പാറ്റയാണ് വെള്ളിവാലൻ. കാടുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ സാധാരണ കണ്ടെത്താനാകുക. നാട്ടിൻപുറങ്ങളിലും കുന്നിൻ പ്രദേശങ്ങളിലും ഇവയെ കാണാറുണ്ട്. നല്ല ഉയരത്തിൽ പറക്കുന്ന ഒരു ശലഭമാണ് ഇവയെങ്കിലും സാധാരണയായിട്ട് മെല്ലെയാണ് പറക്കാറുള്ളത്. മഴക്കാറുള്ള സമയങ്ങളിൽ ചില സമയം ഇവ ഇലകൾക്കിടയിൽ ഒളിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നന്നായിട്ട് സാധിക്കാറുണ്ട്. സാധാരണ നമ്മുടെ മാവിനെ കൂടാതെ കറുവപ്പട്ട, ചെറുകുരണ്ടി തുടങ്ങിയ സസ്യങ്ങളിലാണ് വെള്ളിവാലൻ മുട്ടയിടാറുള്ളത്. നല്ല വെളുത്ത ഏതാണ്ട് 2 സെൻറ്റിമീറ്ററോളം നീളമുള്ള വാലുകളാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വാലിൻ്റെ അറ്റം ചുരുണ്ടിരിക്കും. ആൺശലഭങ്ങൾക്ക് ഇളം തവിട്ട് നിറത്തിലും പെൺശലഭങ്ങൾക്ക് കടും തവിട്ട് നിറമുള്ള ചിറകുകളാണ് ഉണ്ടാകാറുള്ളത്. പിൻചിറകിൽ അറ്റത്തായി വെളുപ്പിൽ കറുത്ത പുള്ളികളും കാണാം. ഇവയുടെ മുട്ടകളും അതുപോലെ മുട്ട വിരിയുന്ന ആ സ്റ്റേജൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ലായിരുന്നു. നമുക്ക് കിട്ടിയ ലാർവ 2 ദിവസത്തിന് ശേഷം അത് പ്യൂപ്പയായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ലാർവ പ്യൂപ്പയാകുന്ന ഒരു സ്റ്റേജൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 7 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം 8-ാമത്തെ ദിവസം രാവിലെ തന്നെ ഈ പ്യൂപ്പ വിരിഞ്ഞ് ഈ കാണുന്ന മനോഹരമായ വെള്ളിവാലൻ ശലഭം പുറത്തു വന്നു. ഇത് എക്സൂവിയം, അതായത് പ്യൂപ്പയുടെ അവശേഷിപ്പുകളാണ്. വളരെ ചുരുങ്ങിയ ദിവസം മാത്രം ആയുസ്സുള്ള ഈ പൂമ്പാറ്റകളുടെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട സമയം നമ്മളധികം പാഴാക്കാൻ നിന്നില്ല. ഞങ്ങളതിനെ പറത്തി പുറത്തേക്ക് വിടുകയാണ് ചെയ്തത്. അപ്പം മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം.